ഹായ് കൂട്ടുകാരെ, ഇന്ന് കാണിക്കാൻ പോണത് നമ്മളെ ചട്ടിയിൽ ഇരുന്ന് കായ്ച്ച ഒരു പൈനാപ്പിളാണ്. ഇതിൻ്റെ പേര് മെഡൂസ പൈനാപ്പിൾ എന്നാണ്. തൊട്ട് ഉടനെ തന്നെ ഇത് കയ്യിൽ പോന്നു. ഏകദേശം പഴുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 100 കണക്കിന് പൈനാപ്പിൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ട് വളരുന്ന ഒരു ഇനം പൈനാപ്പിളാണ് ഈ മെഡൂസ പൈനാപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റി. നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ആ പൈനാപ്പിൾ കേട്ടോ. ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് ചെരിഞ്ഞ് കിടന്ന് വളർന്ന കാരണമാണ് ഇങ്ങനെ കാണുന്നത്. അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു പൈനാപ്പിളാണ് മെഡൂസ പൈനാപ്പിൾ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു പൈനാപ്പിൾ കാണാം. ഓൾമോസ്റ്റ് പഴുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പൈനാപ്പിളുകൾ കാണുന്നത്. ഇങ്ങനത്തെ ഒരു 100 കണക്കിന് പൈനാപ്പിൾ ഉണ്ടാവും. അതിൽ താഴെയുള്ളത് കുറച്ച് വലുതാണ്. മുകളിലേക്ക് പോകുന്നതോറും ചെറുതായി പോകുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ പൈനാപ്പിളിനെ കാണാൻ പറ്റും. ഇതൊരു ചട്ടിയിലിരുന്നിട്ടാണ് കേട്ടോ ഇവിടെ പഴുത്തിട്ടുള്ളത്. നല്ല പൈനാപ്പിളിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. മെഡൂസ പൈനാപ്പിളിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്ന് പറയാൻ മധുരം ഇത്തിരി കുറവായിരിക്കും. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. സ്മെല്ലൊക്കെ സാധാരണ പൈനാപ്പിളിൻ്റെ പോലെയാണ്. ഈ പൈനാപ്പിൾ നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തലമുറ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു കാര്യം പറഞ്ഞിട്ട് ടേസ്റ്റ് ഇതാണ് നമുക്ക് അവസാനം കിട്ടിയ പൈനാപ്പിൾ. ഏകദേശം നമ്മളെ സാധാരണ ഒരു പൈനാപ്പിളിൻ്റെ അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ പുറമെ നമുക്ക് കിട്ടിയ ഈ കുഞ്ഞു പൈനാപ്പിളുകളിൽ കാര്യമായിട്ടൊന്നും തന്നെ കഴിക്കാനുണ്ടാവില്ല. അപ്പോൾ ഇതാണ് മെഡൂസ പൈനാപ്പിൾ.